ജമാൽക്കിസ് ചോദിക്കുന്നത് എന്താണ്? ഒരു 2-3 മണിക്കൂർ നേരം വളരെ വ്യക്തമായ തെളിവുകളുടെ സാന്നിധ്യത്തിൽ കൃത്യമായി അയാളുടെ നിജസ്ഥിതി വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു ആശയത്തെക്കുറിച്ചും ചോദിക്കാതെ ഏതോ ഒരുവൻ മൈക്കെടുത്തുകൊണ്ട് എന്തോ പുലമ്പിയപ്പോ അയാൾക്ക് അവസരം എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ട് അതുമ്മൽ മാത്രം കടിച്ചു തൂങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവഗണിച്ച് വിടുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇയാൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചെന്താണ്? അയാൾ പറയുകയാണ്, എന്താ പറയുന്നത്? എന്നിൽ നിന്ന് 50,000 രൂപ വാങ്ങി വെച്ചിട്ട് അബുദാബാക്കി തരാമെന്ന വാഗ്ദാനത്തോടുകൂടി 50,000 രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറല്ല. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 50,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ഭീമമായ സംഖ്യയാണ്, വലിയൊരു സംഖ്യയാണ്. 5 രൂപയോ 50 രൂപയല്ല. 50,000 രൂപ എന്ന് പറയുന്നത് വലിയൊരു ഭാരിച്ച സംഖ്യയാണ്. ആ ഭാരിച്ച സംഖ്യ എന്നിൽ നിന്ന് ഇയാൾ പറ്റിയിരിക്കുന്നു എന്നുള്ള സത്യം ഞാൻ മൈക്കയിലൂടെ വിളിച്ചു പറയട്ടെ എന്ന് ചോദിച്ചേർന്ന് വാങ്ങിയിട്ട് സ്റ്റേജിൽ കയറുകയാണ്. സ്റ്റേജിൽ കയറിയിട്ട് സ്വാഗത പ്രസംഗത്തിലും അക്കാര്യം വ്യക്തമായി പറഞ്ഞു. ഇങ്ങനെ ആരിഫ് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഇങ്ങനെ ഒരു കാര്യം വെളിപ്പെടുത്താനുണ്ട് എന്ന്. അപ്പോഴും അയാളതൊന്നും മിണ്ടുന്നില്ല. അതേപോലെ തന്നെ മറ്റു പ്രഭാഷണങ്ങളിലും അക്കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ എല്ലാ പ്രഭാഷണങ്ങളിലും ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയിട്ട് ഇയാൾക്ക് മൈക്ക് കിട്ടിയ സമയത്ത് ഇയാൾ ഈ ചാരപ്രവർത്തനം അല്ലെങ്കിൽ ഈ കാപട്യം അവിടെ വിളിച്ചു പറയുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും? നമുക്ക് ബുദ്ധിയുണ്ടല്ലോ, നമുക്ക് ചിന്തിക്കാലോ. അയാൾ അങ്ങനെ ശൈഖിനെ സംബന്ധിച്ച് ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ താൻ സ്റ്റേജിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ വ്യാജമാണ് എന്ന് സ്റ്റേജിലുള്ള ആളുകളോട് പറയണ്ടേ? അധ്യക്ഷനോട് പറയണ്ടേ? പ്രഭാഷകനോട് പോയി പറയണ്ടേ? മൈക്കിലത് വിളിച്ചു പറയണ്ടേ? അങ്ങനെയൊന്നും ചെയ്യാതെ ഇയാളതൊക്കെ കേട്ടിരുന്നിട്ട് പിന്നെ ഇയാൾ അവസരം കിട്ടുന്ന സന്ദർഭത്തിൽ മലക്കം പറഞ്ഞെങ്കിൽ അയാൾക്ക് പിന്നെ അവസരം കൊടുക്കുകയാണോ വേണ്ടത്? കൃത്യമായിട്ട് തന്നെ ഇവരുടെ കാപട്യവും ഇവരുടെ ഈ കുതന്ത്രങ്ങളും ഇവരുടെ ഈ ചതിപ്രയോഗങ്ങളും അതുതന്നെ പരിശുദ്ധമായ ഒരു തരീഖത്തിന്റെ, അതുതന്നെ ലോകത്തെ ഔലിയാക്കന്മാരുടെ രാജകുമാരനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മഹാനായ ഖുത്ബുൽ അഖ്താബ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് അവരുടെ മഹത്തായ ഖാദിരിയ്യത്ത് എന്ന തരീഖത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ കുതന്ത്രങ്ങൾ പയറ്റുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പറഞ്ഞ തരീഖത്ത് എന്ന് പറഞ്ഞത് തരീഖത്തല്ല, ഇത് ആത്മീയ സരണിയല്ല, മറിച്ച് ഇത് ശൈത്താനിയായ തരീഖത്ത് എന്ന് പറയുമ്പോൾ തരീഖത്തിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട ശൈത്താനിയായ ഒരു പ്രസ്ഥാനമാണ് ഇത് എന്നതിന്റെ ജീവിക്കുന്ന അല്ലെങ്കിൽ വ്യക്തമായ ഒരു തെളിവായിട്ടാണ് ബുദ്ധിയുള്ള ഏതൊരാൾക്കും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി അവിടെ സംഭവിച്ചത്, എവിടെ സംഭവിച്ചത്? മോങ്ങത്ത് സംഭവിച്ചത് ഇങ്ങനെയായിരുന്നുവെങ്കിൽ എങ്ങനെ? അഥവാ ഇയാൾ വന്ന് സ്റ്റേജിലിരിക്കുന്നു, സ്വാഗത പ്രസംഗത്തിൽ ഇയാളെയും സ്വാഗതം ചെയ്യുന്നു. പക്ഷെ എന്തിനാണ് ഇയാൾ വരുന്നത് എന്നവിടെ പറഞ്ഞിട്ടില്ല, മറ്റു പ്രഭാഷകരും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. അയാളെ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോഴും അക്കാര്യം പറഞ്ഞിട്ടില്ല. അയാൾക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുത്ത സന്ദർഭത്തിൽ അയാളൊരു കാര്യം ഇങ്ങനെ പറയുകയായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജമാൽ കീസ പറഞ്ഞ് ആ ചോദ്യത്തിന് ഒരു ന്യായം പറയാം. എന്താണ്? അയാൾ അങ്ങനെ സ്റ്റേജ് മേൽ കയറ്റിയിട്ട് പണം കൊടുത്ത് പ്രലോഭിച്ച് അയാളെ കൊണ്ട് ഇവരുടെ ഷെയ്ഖിനെതിരിൽ രൂക്ഷമായിട്ട് സംസാരിക്കുവാൻ വേണ്ടി അവസരം കൊടുത്തതായിരുന്നു. പക്ഷെ അയാൾക്ക് അങ്ങനെ സംഘാടകർക്ക് വേണ്ടി പ്രസംഗിക്കാൻ സാധിച്ചില്ല, മറിച്ച് അയാൾ യാഥാർത്ഥ്യം വിളിച്ച് പറഞ്ഞു എന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. അയാൾ സ്റ്റേജിൽ കയറുന്നത് എന്തിനാണ്? എനിക്കിങ്ങനെ പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അയാളെ സ്വാഗതം ചെയ്യുന്നത് എന്തിനാണ്? ഇത് പറയാനാണ് അയാൾ വന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ്. മറ്റു പ്രഭാഷകരെ അയാളെ അഭിസംബോധനം ചെയ്യുന്നതും പരിചയപ്പെടുത്തുന്നതും എങ്ങനെയാണ്? ഇയാൾക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്. എങ്ങനെയുള്ള ഒരു കാര്യം? 50,000 രൂപ എന്നിൽ നിന്ന് ഇയാൾ പിടിച്ചു വാങ്ങിയിട്ടുണ്ട് അബുദാബാക്കി തീർക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? ഇയാളെ അവിടെ സ്റ്റേജിൽ ഇരുത്തുന്നതും മുഴുവൻ പ്രഭാഷകരും പരിചയപ്പെടുത്തുന്നതും സദസ്യരെ മനസ്സിലാക്കുന്നതും KCR-ലൂടെ ലോകം മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പിന്നീട് അയാൾ മൈക്ക് കിട്ടുന്ന സന്ദർഭത്തിൽ അയാൾ പിന്നീട് വിളിച്ചു പറയുന്നതിന്റെ അർത്ഥം എന്താണ്? കടുത്ത കാപട്യവും മുനാഫിഖിയ്യത്തും അയാളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ അയാളെ മൈക്കാൾക്ക് അയാളെ പ്രസംഗത്തിനുള്ള അവസരം നിഷേധിക്കുകയല്ലാതെ പിന്നീട് അയാളെ പ്രസംഗിക്കുവാൻ അനുവദിക്കുക എന്നുള്ളത് എങ്ങനെ നടക്കാനാണ്? അബൂ സവാദ് ചോദിക്കുന്നുണ്ട് അബ്ദാൽ എന്താണ് എന്നുള്ളത്. അബ്ദാൽ എന്ന് പറയുന്നത് ഔലിയാക്കന്മാരുടെ ഒരു വിങ്ങിനെ സംബന്ധിച്ച് പറയുന്ന ഒരു പേരാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ കൂടുതൽ പ്രതിപാദിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ല.
ഔലിയാക്കന്മാര് അവർക്ക് അവരുടെ ലോകത്ത് അവർക്ക് നൽകപ്പെടുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന പദവിയെ സംബന്ധിച്ചുള്ള ഒരു നാമമാണ് അബ്ദാൻ എന്ന് പറയുന്നത്. ഹദീസുകളിലൊക്കെ അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പദവിയിലേക്ക് ഇയാളെ ഉയർത്താം എന്ന് പറഞ്ഞിട്ട് 50,000 രൂപ ഇയാളെ പിടിച്ചു വാങ്ങുകയാണ്. പിന്നെ അവർ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, അവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അയാളെ സംബന്ധിച്ച് വ്യക്തമായിട്ട് ഒരു സ്ത്രീ സംസാരിക്കുന്നത് അവിടെ പരാമർശിക്കപ്പെട്ടു. അതുപോലെ തന്നെ അയാളെ സംബന്ധിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ വിദേശത്ത് നിന്ന് നാട്ടിൽ വരുമ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ബൈഅത്ത് ചെയ്യണം. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ എന്റെ നിസ്കാരത്തിലൊക്കെ നിങ്ങളൊപ്പം കൂടിയതുകൊണ്ട് ബൈഅത്തിന് മുമ്പ് നിങ്ങളിൽ നിന്ന് ദിക്ർ വാങ്ങിയത് കൊണ്ട് എനിക്ക് നല്ല ഖുശൂഉം ഭക്തിയൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ എന്റെ നിസ്കാരത്തിൽ നിങ്ങളിൽ ഉലൂഹിയത്തും റുബൂബിയത്തും ഒക്കെ കണ്ടിട്ട് നിങ്ങളെ റബ്ബും ഇലാഹുമാണെന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളുടെ പേരിൽ നിസ്കരിക്കട്ടെ. നിസ്കരിച്ചോ ഇൻഷാ അല്ലാഹ് അപ്പൊ ചെയ്തോ എന്നാണ് ഇയാൾ പറയുന്നത്. ഇതിനെ സംബന്ധിച്ചൊന്നും ഈ ജമാൽ കീസിലൊന്നും ഉണ്ടാവില്ല. ഇത് അയാൾ അറിവില്ലാത്തത് കൊണ്ട് ഉലൂഹിയത്ത് എന്താണ് റുബൂബിയത്ത് എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് പറഞ്ഞതായിരിക്കാം എന്ന് നമുക്ക് സമാധാനിക്കാം. എന്നാലും ഇത്ര ഗൗരവതരമായ ഒരു വിഷയം പോലും അയാൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇയാൾ ഭയങ്കര വിജ്ഞാനത്തിന്റെ ബഹറാണ്, കിതാബുകൾ ഓതിപ്പടിച്ച വലിയ പണ്ഡിതനാണ്, കിതാബ് തിരിയുന്ന ആളാണ്, ഹദീസുകൾ അറിയുന്ന ആളാണ്, ഖുർആൻ അറിയുന്ന ആളാണ്, ആയത്തും ഹദീസും അതുപോലെ തന്നെ കിതാബൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്ക് ഉലൂഹിയത്ത് റുബൂബിയത്ത് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് അല്ലെ. ഇവിടുത്തെ പൊട്ട മുജാഹിദുകൾക്ക് വരെ ഉലൂഹിയത്ത് റുബൂബിയത്ത് എന്നുള്ള സംഗതി. കാരണം റുബൂബിയത്ത് തൗഹീദുൽ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, ഇങ്ങനെ 3 തൗഹീദുണ്ട്. ആ 3 തൗഹീദിന്റെ ആളുകളാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പൊട്ട മുജാഹിദുകൾക്ക് പോലും അറിയുന്ന കാര്യങ്ങളാണ് ഈ ഉലൂഹിയത്ത് റുബൂബിയത്ത്. ഇതുപോലും ഈ കുത്തുബുൽ അക്താബിനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇയാൾക്ക് ശേഷം ഇയാളിൽ നിന്ന് ഈ പദവി ആ മഹദി ഇമാം വാങ്ങും എന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം വിഡ്ഢിത്തരമാണ്, എന്തുമാത്രം ഒരു മുസ്ലിമിന് യോജിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അല്ലല്ലോ. അപ്പൊ അത്രമാത്രം വൃത്തികെട്ട ഭാഷയിലുള്ള ഈ സംസാര ശൈലിയുടെ വക്താവിനെ കുറിച്ചുള്ള ഈ പരാമർശങ്ങളെ കുറിച്ച് ഒന്നും തന്നെ ചോദിക്കാനില്ലാതെ കേവലം ഒരു മുനാഫിഖിയ്യത്തിന്റെ ഒരു കപടനാടകം കളിച്ചതിന്റെ കാര്യം അന്വേഷിക്കുന്നത് തന്നെ ഇവരുടെ കാപട്യവും ഇവരുടെ യാഥാർത്ഥ്യ ബോധത്തോട് മുഖം തിരിക്കുന്ന ഏർപ്പാടുമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആർക്കും തന്നെ പ്രയാസമില്ല. ഇൻഷാ അല്ലാഹ് സത്യം വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖാ. സത്യം പുലരുക തന്നെ ചെയ്യും, ബാത്തിൽ അത് തകർന്നടിക്കുക തന്നെ ചെയ്യും. അത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ സഹോദരങ്ങളെ, ഇയാളും ഇയാളുടെ മുരീദുമാർ എന്തെല്ലാം തോതിവാസങ്ങൾ നമ്മുടെ സാത്വികരായ പണ്ഡിതന്മാരെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുവോ. പക്ഷെ നമ്മുടെ പണ്ഡിതന്മാർ നിങ്ങൾ നോക്കാൻ ഇയാൾക്കെതിരിൽ ഇതുവരെ എന്തെങ്കിലും ഒരു അയാളുടെ പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന വിധത്തിലോ അല്ലെങ്കിൽ അയാളുടെ ഭാഷയിൽ തിരിച്ചടിക്കുന്ന രൂപത്തിലോ പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അത് നമ്മുടെ ഉസ്താദുമാരുടെ മാന്യതയും പ്രതിയോഗികളാണെങ്കിലും അവർക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ അവരുടെ ആ ഒരു ഇമേജ് അത് നമ്മളായിട്ട് ഇനിയിപ്പോ അതിന് ഒരു പ്രശ്നം വരുത്തണ്ട എന്നുള്ള ആ ഒരു വിശാലമായ മനസ്സും മനസ്കരയും നമ്മുടെ പണ്ഡിതന്മാരും ഉസ്താദുമാരും വെച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെ നമ്മുടെ പണ്ഡിതന്മാരെ ബഹുമാനിക്കാനും ആദരിക്കുവാനും പ്രതിപക്ഷ ബഹുമാനം നിലനിർത്തുവാനും അവർക്ക് പ്രചോദനമേകുന്ന ഏറ്റവും വലിയ ഒരു ഘടകമാണ്. എന്നിട്ട് പോലും വേദി കിട്ടിയാൽ ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദിനെയും ചെറുശ്ശേരി ഉസ്താദിനെയും അതുപോലുള്ള മറ്റു ഉസ്താദുമാരെയും ഉമർലി ശഹാബ്ദങ്ങളെയും മറ്റു പാണക്കാടുത്തെ സാദാത്യങ്ങളെയും ഇങ്ങനെയുള്ള ആളുകളൊക്കെ സമൂഹ മധ്യത്തിൽ ഇങ്ങോട്ട് താറടിച്ചിട്ട് എടാ പോടാന്നുള്ള ആ ഒരു ശൈലിയിൽ സംസാരിക്കുന്ന സ്വഭാവത്തിലേക്ക് ഈ പാവപ്പെട്ട ആളുകൾ എത്തിച്ചതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നമ്മൾ ഇവരിൽ നിന്ന് കാണുന്നത് എന്നെന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിലുള്ള അവർക്കുള്ള അവസരമാണ്. അവർക്ക് മൈക്കെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ അതനുസരിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള തൗഫീഖും അതുപോലെ തന്നെ അസത്യത്തെ നിരാകരിക്കുവാനുള്ള ഹിദായത്തും പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അപ്പൊ ആർക്കും ചോദിക്കാമെന്നില്ലേ? ഇനി ഇവിടെ ചോദിക്കാനുള്ള അവസരമുണ്ട്, അനാവശ്യമാവരുത് മാത്രം. ആശയപരമായി ചോദിക്കാം. അവരുടെ തരീഖത്തിന്റെ പൊള്ളത്തരങ്ങൾ എന്താണ്, ആലുവ തരീഖത്തിന്റെ ആശയങ്ങൾ എന്താണ്, അതിലെ പൊള്ളത്തരങ്ങൾ എന്താണ്,
അതിനുള്ള നമ്മുടെ മറുപടി എന്താണ്, അതൊക്കെ നമുക്ക് ചോദിക്കാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്ട ആളുകൾ റൈസ് ഹാൻഡ് ചെയ്യുക. ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ റൈസ് ഹാൻഡ് ചെയ്തോളി. ഇനിയിപ്പോ അയൽവക്കാരനേക്കോളൊന്നുമില്ല, മറ്റ് പിന്നെ ഏത് ചോദ്യങ്ങളും ചോദിക്കാൻ ഇൻഷാ അല്ലാഹ് മൈക്ക് റൈസ് ഹാൻഡ് ചെയ്യാം, മൈക്ക് എടുക്കാം. ചോദിക്കാറൊന്നുമില്ലേ? ഇപ്പൊ എന്തായി, ഇപ്പൊ ശക്തിയൊക്കെ കഴിഞ്ഞപ്പോ അയാൾക്ക് അയാൾക്ക് അവരുടെ ആശയം ഉണ്ടല്ലോ, അവരുടെ ആശയം, ആ ആശയത്തെ സംബന്ധിച്ച് ഒന്നും ചോദിക്കാണ്ടായിരുന്നില്ല ഒരാൾക്ക്. അപ്പൊ അതൊന്നും ഉണ്ടാവൂല. എന്നിട്ട് എന്തെങ്കിലും അനാവശ്യങ്ങൾ വിളിച്ച് പറയുക, അതിനെ സാധിക്കുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരാൾ റൈസ് ഹാൻഡ് ചെയ്ത് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അബു മുഹമ്മദ് മൈക്ക് വേണ്ടിയാണോ റൈസ് ഹാൻഡ് ചെയ്തത്, അതോ ഏറ്റവും മേലെ ഐ ഡി വരാനോ? എന്തിനാ അതിന്റെ ആവശ്യം? മൈക്ക് വേണ്ടേ? അതിന്റെ ആവശ്യം എന്താണ്? മേലെ വന്നിട്ട് അതുകൊണ്ട് എന്താ പ്രത്യേക ഗുണം? അപ്പോ എന്നാല് ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങളും ചോദിക്കാണെങ്കിൽ എം ഡി തന്നെ മൈക്കിലേക്ക് വരണം. ജമാൽ ഗീസ് ഒന്നും വേണ്ട. അയാളൊരു കാര്യം അല്ലേ, ഇസ്ലാം മുസ്ലിം മുഅ്മിനും തമ്മിലുള്ള വ്യത്യാസം അത് രണ്ടും ഒന്നാണോ രണ്ടാണോ, അത്ര കാര്യങ്ങൾ ചോദിക്കാലോ. അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ ആലുവ തരീഖത്തിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ, ഇനി മറ്റു ആലുവ തരീഖത്താവട്ടെ മറ്റു കാര്യങ്ങളൊക്കെ ആവട്ടെ, അതൊക്കെയാണ് ചോദിക്കേണ്ടത്. ആശയപരമായ ചോദ്യങ്ങളാണ് വരേണ്ടത്, അതല്ലാതെ വ്യക്തിപരമായ വിഷയങ്ങളല്ല. പിന്നെ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും ഉസ്താദ്. എനിക്ക് എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാല്, എം ടി ദാരിമി ഉസ്താദ് കേൾക്കുന്നുണ്ടാവും വിചാരിക്കണം. എന്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാല്, ഇത് എ പി മൗലവിയും അതേമാതിരി ഈ ആലുവ തരീഖത്തിന്റെ ഈ മൗലവിയും രണ്ടാളും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അതായത് ഒരാൾക്ക് നേരിട്ട് അള്ളാഹുവിന്റെ റസൂല് നേരിട്ട് മുടി കൊടുത്തു, ഇപ്പൊ ഈ ആലുവക്കാരന് നേരിട്ടിട്ടാണ് മുടി കൊടുത്തെന്ന് പറഞ്ഞത്. അതേമാതിരി തന്നെ നമ്മളെ ഈ എ പി കാന്തപുരത്തിന് ബോംബെ വഴി അബുദാബി വഴി അങ്ങനെയൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ ഈ നിലക്ക് ഒരു പള്ളപ്രശ്നമായിട്ട് പോണ രണ്ട് കൂട്ടരാണ് ഈ വിഭാഗം. ഈ വിഭാഗത്തിന്റെ ഈ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ എന്താണ് ഒരു മാർഗം എന്നാണ് എനിക്ക് എം ടി ദാരിമി ഉസ്താദിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തണല്ലോ, ഈ രണ്ട് വിഭാഗത്തിൽ നിന്നും നമ്മളെ മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ ഈ കാഫ്രിയത്തിലേക്ക് പോണ, ഈ കാഫ്രിയങ്ങളെ കൂട്ടത്തിലേക്ക് പോണ രീതിയിലാണ് ഇപ്പൊ ഇവരെ രണ്ടു കൂട്ടരും നീക്കം. അപ്പൊ അതുകൊണ്ട് അവരെ നമ്മളെ മുസ്ലിം ഉമ്മത്തിനെ ഈ ഹലാക്ക് പിടിച്ച ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്താണ് ഒരു മാർഗം എന്നാണ് എന്റെ ഒരു ചോദ്യം. വിനയപൂർവ്വം എന്റെ ബഹുമാനപ്പെട്ട എം ടി ദാരിമി ഉസ്താദിനോടാണ് എന്റെ ചോദ്യം. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്കിടുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിന് വളരെ ലളിതമായ മാർഗം അല്ലാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. വളരെ ലളിതമായ മാർഗം. ആ മാർഗം സ്വീകരിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അതേസമയത്ത് നമ്മൾ ചെയ്യുന്ന ആ മാർഗം അത് പിൻപറ്റിക്കൊണ്ട് യഥാർത്ഥത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി ഫദാലിക അദ്അഫുൽ ഈമാൻ. അതായത് തിന്മകൾ സമൂഹത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മുടെ കൈകൊണ്ട് നമുക്ക് തടുത്തു നിർത്തുക. കൈകൊണ്ട് തടുത്തു നിർത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വ്യാപകമായ അരാജകത്വങ്ങളെ നിയന്ത്രിക്കുവാനും അതിനെ നിരോധിക്കുവാനും നമുക്ക് ഭരണപരമായ സ്വാധീനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ, എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് മാത്രമേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പല വിഷയത്തിലും നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ആ നിലക്കുള്ള ഒരു നീക്കങ്ങൾ നടത്താനുള്ള സാധ്യത നമ്മുടെ രാജ്യത്തില്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ വാക്കുകളെ കൊണ്ടും നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ കൊണ്ടും അതിനെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തുക, തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്ക് സത്യം ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക പോലുള്ള നാം സ്വീകരിച്ചു പോരുന്ന പ്രവർത്തന ശൈലികൾ അത് തന്നെ തുറന്നു കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് അത് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി അതിലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നുകൂടായികയൊന്നുമില്ല. ഇപ്പോ ഇങ്ങനെയുള്ള ശക്തികളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വർഗീയ ഫാഷിസ്റ്റ് ശക്തികളുമായിട്ടൊക്കെ കൂടുതൽ രമ്യതയിലും യോജിപ്പിലും മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ അവർക്കൊക്കെ കൂടുതൽ അന്താരാഷ്ട്ര ഗൂഢാലോചനാ സംഘങ്ങളിൽ നിന്ന് സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെയുള്ള സഹായങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ നമ്മളൊരു പക്ഷേ നമുക്ക് അതൊക്കെ നോക്കി നിൽക്കാനേ അല്ലെങ്കിൽ ഒരു പ്രതികരിക്കാൻ സാധിക്കാത്ത അവസ്ഥയ്ക്ക് ഒരു പക്ഷേ ഇവിടെ വന്നുകൂടായില്ല.
അങ്ങനെയുള്ള സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി, നമ്മൾ ഹൃദയം കൊണ്ടെങ്കിലും അതുമായിട്ട് യോജിപ്പില്ലാത്ത രൂപത്തിൽ വർത്തിക്കണം എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമാണ് ആ വിഷയത്തിലൊക്കെ നമുക്ക് സ്വീകരിക്കാറുള്ളത് എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളോട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാരിം ഉസ്താദിനോടാണ് ചോദ്യം. അതായത് നമ്മൾ ഈ യഥാർത്ഥ തരീഖത്തിൽ കൂടിക്കഴിഞ്ഞാൽ അത് മുറിയാതെ സൂക്ഷിക്കണം എന്നുള്ളത് അതിന്റെ അങ്ങനെ ഒരു നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഒരു മശായിഖ് ഒരു മുരീദ് ചെല്ലാൻ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ അത് കണ്ടിന്യൂ ആയിട്ട് ചെല്ലണം, അല്ലെങ്കിൽ അത് ഇടക്ക് വെച്ച് വിട്ടുപോയാൽ അതിന്റെ ഇതെന്താന്നുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. തരീഖത്ത് നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ടൊരു തരീഖത്തിൽ കൂടുകയും പിന്നീട് ആ തരീഖത്ത് വ്യാജമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർത്തും നമ്മൾ ആ തരീഖത്തിനോട് രാജിയാവുക എന്നുള്ളത് നിർബന്ധമാണ്. അതേസമയത്ത് സത്യമായ ഒരു തരീഖത്തിന്റെ അമല് നമുക്ക് കിട്ടുകയും അങ്ങനെ പിന്നീട് അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും ആ മശായിഖുമാരുടെ പൊരുത്തക്കേടിന് ഒരുപക്ഷെ അത് കാരണമാവാൻ ഇടയുണ്ട്. അതിപ്പോ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു നല്ല ഒരു തഖ്വയുള്ള ഒരു മുദരിസിന്റെ അടുക്കൽ ഓടാൻ പോയി വിചാരിക്കുക. അപ്പൊ ആ ഉസ്താദിന്റെ സമ്മതം കൂടാതെ നമ്മളിപ്പോ ആ ദർസിന് യാതൊരു കാരണവും കൂടാതെ, പ്രത്യേകിച്ച് വീട്ടിലത്തെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങളൊന്നും കൂടാതെ ആ മുദരിസിന്റെ അടുത്ത് ഒഴിവായി പോവുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഉസ്താദിനോട് നമ്മൾ പൊരുത്തപ്പെടിച്ചിട്ട് ആ ഉസ്താദിന്റെ പൂർണ്ണമായ സമ്മതം വാങ്ങുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദിന്റെ മനസ്സിലെന്തെങ്കിലും ഒരു പ്രയാസം അല്ലെങ്കിൽ തന്നെ അവഗണിച്ചല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദിന്റെ ഒരു പൊരുത്തക്കേട് സമ്പാദിക്കാൻ ഇടയാകും എന്ന നിലക്ക് അത് നമുക്ക് പ്രയാസം സൃഷ്ടിക്കും. എന്നതുപോലെ നല്ല ഒരു മശായിഖിന്റെ സിൽസിലയിൽ പെട്ട ഒരു അമല് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് യാതൊരു കാരണവും കൂടാതെ വിട പറയുക എന്നുള്ളത് അവരുടെ ആ ഒരു ബറക്കത്ത് നമുക്ക്, അവരുടെ ആ ഒരു ബറക്കത്തും അവരുടെ ആത്മീയമായ ഒരു മദതും നമുക്ക് നഷ്ടപ്പെടാനിടയുണ്ട് എന്ന അർത്ഥത്തിൽ, അത് ആ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അത് ഒരിക്കലും തന്നെ അനുപേക്ഷണീയമല്ല എന്ന് നമുക്കതിനെ സംബന്ധിച്ച് പറയാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ളത് ഉസ്താദെ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് എന്ന് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ സുന്നി അഫ്കാറിൽ വന്ന ആ ലേഖനത്തിനെ പറ്റിയിട്ടും ഈ ഫിത്നയിൽ നിന്ന് ഈ സമൂഹത്തെ വഴിതെറ്റിക്കുന്ന ചേളാരി സംസ്ഥയുടെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടി ഉസ്താദ് പറഞ്ഞു കൊടുക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാനെ സംബന്ധിച്ച് നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലല്ലേ? പിന്നെ ഈ ഫിത്നയിൽ നിന്ന് സമുദായത്തെ രക്ഷപ്പെടാൻ ഏത് ഫിത്ന എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു ഫിത്ന ഏതാണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് ഇല്ലാത്ത വിഷയത്തിന് നമ്മൾ മറുപടി പറയണ്ടല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. പ്രസക്തമായ ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, അതിനായിരിക്കും ഇവിടെ ഉത്തരം തരിക കേട്ടോ. ആ ചങ്ങായി പോയല്ലേ? അതാണ്, നല്ല മനുഷ്യന്മാരാണ്. അതൊക്കെ ചിലപ്പോ വല്ല ആലുവ കൂടാരത്തെന്ന് പറഞ്ഞേച്ചോലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ മറ്റേ കൂടാരത്തെന്ന് പറഞ്ഞേച്ചോലായിക്കാരം. ഏതായാലും അതിലൊന്നും നമുക്ക് ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. നമ്മുടെ വിലപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ അത് വൈജ്ഞാനികമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കാനും, അത് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ അതിന് മറുപടി പറയാനും കേൾക്കാനും, അറിവില്ലാത്ത വിഷയമാണെങ്കിൽ പറയാനുമുള്ള ഒരു വേദിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാതെ അറിവില്ലാത്ത കാര്യങ്ങൾ അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഏത് ചോദ്യത്തിന് എപ്പോ ചോദിച്ചാലും എങ്ങനെ മറുപടി പറയുന്ന ഒരു അവകാശവാദോ ഒന്നും നമുക്കില്ല. അപ്പൊ അത്തരം ചോദ്യങ്ങൾക്ക് അത്രേ പ്രസക്തിയുള്ളൂ എന്ന് മാത്രം പുലർത്തിക്കൊണ്ട് ഞാൻ അടുത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് ആരോപിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചോട്ടെ എന്ന് ഹദീസിലുണ്ട്. എന്നാൽ ദീനിനെ കളവാക്കുകയും ദീനിനെ കച്ചവടവൽക്കുകയും ചെയ്യുന്നതിന്റെ ഹുക്കം എന്താണെന്ന് ഒന്ന് പറയോ? മൈക്ക് റിലീസ്.
നോക്കുമ്പോൾ വളരെ ലാഹിറല്ല. ദീനിനെ കളവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദീനിൽപ്പെട്ട ഒരു കാര്യം തെറ്റാണെന്ന് പറയുക എന്നല്ലേ ദീനിനെ കളവാക്കുക എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ദീനിന്റെ ഒരു നിർദ്ദേശത്തിന് വില കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ലേ. ഒക്കെ ഹറാമാന്നുള്ള കാര്യത്തിൽ ഇന്നിപ്പത്തെ അത്ര തർക്കമുള്ളത്. അതൊക്കെ ഏത് സാധാരണക്കാരനും കുട്ടിക്കും അറിയുന്ന വിഷയമല്ലേ. എന്നാലും നിങ്ങൾ ചോദിച്ചതിന് ഒരു ഉത്തരം എന്നുള്ളവർക്ക് അതിന്റെ വിധി അങ്ങനെ തന്നെയാണ്. അതിനൊന്നും യാതൊരു സംശയവുമില്ല. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എനിക്ക് എന്റെ ഒരു സംശയം, ഞാൻ കുറച്ച് ദിവസം മുന്നേ അടുത്ത ഒരു ക്ലാസ് റൂമിൽ വന്ന് ചോദിച്ചു, ഈ എപ്പി കൊടുന്ന ഈ കള്ളമുടിനെ പറ്റിയിട്ടും അതിനെ അവര് പറഞ്ഞു, അങ്ങനെ ഒരാള്, ഒരു വിശ്വസിക്കാൻ പറ്റിയ ഒരാള് കൊടുന്ന മുടി ആർക്കും, അത് ആ മുടി അള്ളാഹുവിന്റെ റസൂലിന്റെ പറഞ്ഞിട്ട് കൊടുന്ന ഒരു സാധനം, അത് ആർക്കും വേണമെങ്കിലും വിശ്വസിക്കാം. അപ്പൊ ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആലുവ ആ കള്ളത്തരീക്കത്തുകാരന്റെ കയ്യിലുള്ള മുടി വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ, നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടോ, ഏപ്പിയുടെ കയ്യിലുള്ള മുടി ബോധ്യപ്പെട്ടോ, എന്നിട്ട് മതി ഇനി ആലുവക്കാരന്റെ കഥയിൽ കടക്കാൻ എന്ന് പറഞ്ഞു. അപ്പോ അതിനെപ്പറ്റി MT ദാരിമി ഉസ്താദ് ഒന്ന് പറഞ്ഞു തന്നാൽ. ഇപ്പൊ രണ്ടു കൂട്ടരും ഒരേ മാതിരി തന്നെയല്ലേ ഉസ്താദെ? അതുകൊണ്ട് ഇവർ രണ്ടു കൂട്ടരും ഒരേ രീതിയിൽ കള്ളം പറയുന്ന ആൾക്കാരാണ്. ഒരേ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരാൾക്ക് ഡയറക്റ്റ് കൊടുത്ത് അള്ളാഹുവിന്റെ റസൂല്, മറ്റാൾക്ക് ബോംബെന്ന് കൊടുത്ത്. അതിനൊക്കെ MT ദാരിമി ഉസ്താദിനെ പോലത്തെ ഉസ്താദന്മാരും ഇസ്തിഖാമ എന്ന ഇതിൽ വന്ന ആ വിങ്ങിൽ വന്നിട്ട് സംസാരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയണം. അതുകൊണ്ട് ഇവര് രണ്ടു കൂട്ടരിലും എന്താണ് വ്യത്യാസം എന്ന് ഒന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരണമെന്ന് ഉസ്താദിനോട് ഞാൻ ചോദിക്കാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും. നല്ലൊരു ചോദ്യമാണ്. അത് അവരെ ആപ്പിലാക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അത് അവർ മറുപടി പറയാതെ കുൽസിതമായി രക്ഷപ്പെട്ടതും അതിന്റെ പേരിൽ തന്നെയാണ്. അതായത് പിന്നെ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ, ഒരാള് പറയാണ് ഇത് നബിയിലേക്ക് ചേർക്കപ്പെട്ട സാധനം, നബിയുടെ ആ മർക്കസിലുള്ള സാധനം നബിയുടേതാണെന്ന് പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞാല് അപ്പൊ അത് നബിന്റെ തന്നെയാണ്. ഇത് നബിന്റെതാണെന്നിലേക്ക് എന്താ തെളിവ്? നബിന്റെതാണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആലുവക്കാരന്റെ മുടിയും നിങ്ങൾ ബർക്കത്തെടുക്കുവാൻ വേണ്ടി സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ അവരെന്തായിരിക്കണം മറുപടി പറയേണ്ടത്? അതെ, അതും സ്വീകരിക്കുമെന്നാണല്ലോ മറുപടി പറയേണ്ടത്. എന്തുകൊണ്ട് അവരത് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരതിനെ തള്ളിപ്പറയുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്തുകൊണ്ട്? കേരളത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും മുടി കൊണ്ടുവന്നതും സൂക്ഷിക്കുന്നതും ഞാനാണ് എന്നാണല്ലോ ആ മുടിയുടെ വക്താവ് പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം മറ്റുള്ള ആളുകൾക്കുള്ള മുടിയൊന്നും മുടിയല്ല എന്നാണല്ലോ. മുടിയല്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടേതല്ലാണ്. എന്താ അതിന് കാരണം? അതിന് കാരണം എന്താ? സിനാൻ DMD ആക്കൂ എന്ന് പറയുന്നത് അത് എനിക്ക് PM അല്ല വരുന്നത്, ജീലാനി ക്ലാസ് റൂമിലേക്കുള്ള നിരന്തരമായ ഇൻവൈറ്റേഷനാണ്. അവർക്ക് നമ്മൾ ചെല്ലാൻ പറ്റി നമ്മളെ 4 വർത്തമാനം പറയണം. ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ജമാൽ കീസ് ഇങ്ങനെ മഗ്‌രിബിക്ക് തുടങ്ങിയതാണ് ക്ഷണം. അപ്പോ പിന്നെ അതാണ് അതിന്റെ സൗണ്ടാണ് കേൾക്കുന്നത്, PM-ന്റെ സൗണ്ട് അല്ല. DMD ആക്കിയതുകൊണ്ട് ഇൻവൈറ്റേഷൻ വരാതിരിക്കൂലല്ലോ. ഇനി ഇൻവൈറ്റ് ചെയ്യുന്നത് വരാതിരിക്കാൻ വല്ല ഏർപ്പാടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോ ചുരുക്കത്തില് അതുള്ളൂ. രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ല എന്ന് തന്നെയാണ് ആ ചോദ്യത്തിന് നൽകാനുള്ള മറുപടി. ഒരാൾ ഒന്ന് പറഞ്ഞാൽ അത് മതി, വേറൊന്നും വേണ്ട. അപ്പൊ അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാണ്? അത് അങ്ങനെ അത് വ്യാജമാണ് എന്ന് അയാളുടെ പ്രവർത്തനത്തിൽ നിന്ന് 100% ബോധ്യമായാലും ശരി, അയാൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരാൾ വന്ന് പറഞ്ഞു അത് നുണയാണെങ്കിലും, പറയുന്നത് നുണയാണെങ്കിലും പിന്നെ അത് നബിയുടേതാണെന്ന് വിശ്വസിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ആലുവക്കാരന്റെ മുടിയും തഥൈവ യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ പിന്നെന്തുകൊണ്ട് അവരത് തള്ളിപ്പറഞ്ഞു? ആ ചോദ്യത്തിന് ഖിയാമത്ത് നാൾ വരെ അവർക്ക് മറുപടി പറയാൻ കഴിയൂല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ അവർ ഒഴിഞ്ഞു മാറുന്നത് എന്നാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഒരു സുഹൃത്ത് ഉംറക്ക് പോകുന്ന കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഉംറയുടെ യാത്രയും അവിടെ ചെന്നുകൊണ്ടുള്ള അമലും മക്കാ മണലാരണ്യത്തിൽ ആ പുണ്യഭൂമിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്കും നമ്മുടെ പ്രവർത്തകർക്കും സുന്നത്യമായത്തിന്റെ ആലിമീങ്ങൾക്കും നേതാക്കന്മാർക്കും എല്ലാവർക്കും വേണ്ടി ഇഹപര വിജയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആ സഹോദരനോട് പ്രത്യേകിച്ച് വസിയത്ത് ചെയ്തു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. അതായത് ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം തന്നെ അവസ്ഥയായി. അതായത് ഇപ്പൊ നമുക്ക് ഒരു വിശ്വസിക്കാൻ പറ്റിയ തെരീഖത്ത്, അതായത് നമ്മളെ നാട്ടിലെ നമ്മളെ
പല ഉസ്താദന്മാരും വിശ്വസിക്കുന്ന ഒരു തരീഖത്ത് അതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ആ തരീഖത്തിൽ നമ്മള് മുറിഞ്ഞു പോയി ഒരു ചെല്ലിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുറിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ഷെയ്ഖിന്റെ അടുത്ത് അല്ല മുരീദിന്റെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുക നമ്മൾ ചെല്ലുന്നില്ല, അല്ലെങ്കിൽ ഇടക്ക് വെച്ച് മുറിഞ്ഞക്ക് എന്നുള്ള ഒരു അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുമോ നമ്മളിൽ നിന്നും? അല്ലെങ്കിൽ കാരണം അവരോട് പറയുമ്പോൾ ഉസ്താദ് പറഞ്ഞ മാതിരി നേരത്തെ അവർക്കൊരു നമ്മളോടുള്ള ഒരു ഇത് തോന്നല്ലോ, കാരണം അവനങ്ങനെയൊക്കെ ഇത്രയും നമ്മൾ ചെയ്തു കൊടുത്തിട്ട് അവനത് അവിടെ വെച്ച് ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ള ഒരിത്, അത് ആ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. രണ്ടു നിലക്കും സംഭവിക്കാം. നമ്മൾ ഒരാളിൽ നിന്ന് അമല് വാങ്ങിയിട്ട് നമ്മൾ പിന്നീട് അത് ചെയ്യാതെ ജീവിച്ച് പിന്നീട് അയാളെ സമീപിക്കുന്ന സന്ദർഭത്തിൽ നമ്മളങ്ങനെ ഒഴിവാക്കിയ വിവരം അറിഞ്ഞിട്ടും അറിയാതെയും സംഭവിക്കാം. രണ്ടും സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് യാതൊരു വിരോധവുമില്ല. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അറിയുന്നതാവും ആവാം, പറയാതെ തന്നെ അറിയുന്ന സംഭവങ്ങളും ഉണ്ടാവാം. രണ്ടായാലും വിരോധമില്ല. ഇനി ആരും മൈക്കെടുക്കാനില്ലെങ്കിൽ നമുക്ക് മറ്റു പരിപാടിയിലേക്ക് നീങ്ങാം. ഏതായാലും ഇന്നത്തെ നമ്മുടെ ലൈവ് പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകളാണ് നമ്മൾ ഇതുവരെ നടത്തിയത്. ആ ചർച്ചകൾ വളരെ ഫലപ്രദമായി നമുക്ക് കേൾക്കാനും അറിയാനും സാധിച്ചു. ഏതായാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇടപെട്ടുകൊണ്ട് വ്യാജമാണെന്ന് പ്രഖ്യാപിക്കുകയും പൊതുജനങ്ങളോട് അകന്നു നിൽക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്ത ഒരു പ്രത്യേക വിങ്, അത് 100% നിരർത്ഥകമാണെന്ന് നമുക്കെല്ലാവർക്കും, എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും എന്ന് പറയുമ്പോൾ അതിനെ പണ്ഡിതോചിതമായി സമീപിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്കല്ലാതെ, അവർക്ക് മാത്രമല്ലാതെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഒരു ലൈവാണ് ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി നമുക്കിവിടെ കേൾക്കുവാനും വിശകലനം ചെയ്യുവാനും സാധിച്ചത്. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് 100% കറക്റ്റായിട്ട് ബോധ്യപ്പെടുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ പല ആളുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതില് ശരിയായ ആളുകളുണ്ടാകും, തെറ്റായ ആളുകളുണ്ടാകും. പക്ഷെ തെറ്റായ ആളുകളെ സംബന്ധിച്ചൊക്കെ അവർക്ക് തെറ്റാണ് എന്നിങ്ങനെ വിളിച്ചു പറയുന്ന ആ ഒരു ഏർപ്പാട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കില്ല. അതിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യവും തെളിവും ആസ്പദമാക്കി മാത്രം സംസാരിക്കുക എന്നുള്ള സ്വഭാവമാണ് സമസ്തയുടെ പണ്ഡിതന്മാർ ഇക്കാലമത്രയും സ്വീകരിച്ചിട്ടുള്ളത്. വഹാബി പ്രസ്ഥാനമാവട്ടെ, മൗദൂദി പ്രസ്ഥാനമാവട്ടെ, തബ്ലീഗ് ജമാഅത്ത് പ്രസ്ഥാനമാവട്ടെ, ഇതുപോലുള്ള കള്ള തരീഖത്തുകാരുടെ പ്രസ്ഥാനങ്ങളാവട്ടെ, അവയെ സംബന്ധിച്ചൊക്കെ എടുത്ത തീരുമാനങ്ങൾ വളരെ കൃത്യമായിരുന്നു. അതൊന്നും തന്നെ മാറ്റിപ്പറയേണ്ടുന്നൊരവസ്ഥ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു തൗഫീഖായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും എന്ന് നമുക്ക് ഒന്നുകൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘത്തിന്റെ ഈ പ്രവർത്തനം അഥവാ സമുദായത്തെ നേരായ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള മാർഗനിർദ്ദേശവും ഉപദേശവും നൽകുവാനുള്ള ത്രാണിയും കരുത്തും ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘത്തിന് നിലർത്തിക്കൊടുക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ വിഷയമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുവാനോ അല്ലെങ്കിൽ അറിയുവാനോ ഇല്ലെങ്കിൽ മറ്റു പ്രോഗ്രാമുകളിലേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. എനിക്ക് സാറേ ഈ വിഷയത്തെ പറ്റിയല്ല, ഞാൻ 3 ദിവസം മുമ്പ് ഉസ്താദിനോട് വേറൊരു ചോദ്യം ചോദിച്ചിരുന്നു. കഅബത്തിന്റെ പരിസരത്ത് മറമാടിപ്പെട്ടിരിക്കുന്നവർ ഇതിന്റെ മുകളിൽ നിസ്കരിക്കുന്നതിന്റെ വിധി ഉസ്താദ് കിതാബ് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ വേറെ വിഷയമൊന്നുമില്ല, അതുകൊണ്ട് ഉസ്താദിനൊന്ന് വിശദീകരിക്കാൻ സൗകര്യപ്പെടുമെങ്കിൽ ഒന്ന് വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്ബറകളിലെ ഖബറിലേക്ക് തിരിഞ്ഞല്ലാതെ മക്ബറകളിൽ നിസ്കരിക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞ നിയമത്തിൽ നിന്ന് അമ്പിയാക്കളുടെ ഖബറുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അമ്പിയാക്കളുടെ ഖബറുകൾക്കിടയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് ഹറാമോ കറാഹത്തോ ഇല്ല. കാരണം അവർക്ക് അത് ഹറാമോ കറാഹത്തോ എന്നുള്ള നിയമം വരാൻ കാരണം അത് നജസുമായിട്ട് അഭിമുഖീകരിക്കുക എന്നുള്ള പ്രശ്നം അതിലുണ്ടായതുകൊണ്ടാണ്. അമ്പിയാക്കളുടെ ഖബറിൽ അങ്ങനെ ഒരു നജസിന്റെ പ്രശ്നം വരില്ല. അതുകൊണ്ട് ആ നിയമം അമ്പിയാക്കളുടെ ഖബറുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മുടെ കിതാബുകൾ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഅബാലയത്തിന്റെ പരിസരത്ത് മറമാടപ്പെട്ട അമ്പിയാക്കളുടെ ഖബറുകൾ സുനിശ്ചിതമായിട്ട് ഏതൊക്കെ ഭാഗത്ത് എങ്ങനെയൊക്കെയാണ് അതിന്റെ സ്ഥലം എന്ന് നിർണയിച്ച് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്ന പ്രശ്നവും അതിൽ വരുന്നില്ല എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉസ്താദ്, ഖബറിന്റെ മുകളിൽ നിന്ന് നമസ്കരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ വ്യക്തമായി സ്ഥലം അറിയാത്ത സ്ഥിതിക്ക് അത് എങ്ങനെയാണെന്ന് അതൊന്നും ഇവിടെ നിന്ന് വിശദീകരിക്കുക. അതന്നെ പറഞ്ഞത്, കഅബത്തിന്റെ പരിസരത്തുള്ള ഖബറുകൾ എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ആ പ്രശ്നം വരുന്നില്ല. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ചോദ്യക്കാർ വരട്ടെ, ചോദ്യങ്ങൾ വരട്ടെ. അമീർ ഇരിങ്ങല്ലൂരൊന്നും ഇവിടെ ഇല്ലേ? അമീർ ഇരിങ്ങല്ലൂർ പോലെയുള്ള ആളുകളൊന്നും ഇവിടെ ഇല്ല. ഇൻഷാ അല്ലാഹ് റഹ്മത്തുള്ള മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അല്ല, എനിക്ക് ഞാൻ പ്രത്യേകിച്ച് ചോദ്യം ചോദിക്കാറില്ല സാറേ. മൈക്കില് ആ ഒരു കാണാതപ്പം വന്നാണ്. ഏതായാലും പിന്നെ സൗണ്ട് കുറവുണ്ടോ? മൈക്ക് എന്തോ കംപ്ലൈന്റ് അല്ലേ? സൗണ്ട് കുറവുണ്ടല്ലേ? 1 മിനിറ്റ്. പിന്നെ സൗണ്ട് ഇത്രന്നെ കിട്ടുന്നുള്ളൂ. മൈക്ക കംപ്ലൈന്റ് ആണ്. പിന്നെ ഞാൻ ചോദ്യം ചോദിക്കാൻ വന്നല്ലോ സാർ. വേറെ ആരെങ്കിലും ചോദ്യം ചോദിക്കാനുള്ളവരാരും ഉണ്ടെങ്കിലും ഒന്ന് റിസാർട്ട് ചെയ്ത് വന്നോട്ടോ ഉസ്താദ്മാര്. പിന്നെ ഉസ്താദ് ഇപ്പൊ ഇവിടെ ഉണ്ട്, പോയിട്ടില്ല. വേറെ ചോദ്യം ചോദിക്കാൻ ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ മൈക്ക് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഷാക്കിർ ഉസ്താദ് നിങ്ങളോടുണ്ടെങ്കിൽ റിസാർട്ട് ചെയ്ത് നിങ്ങളോട് വന്നിനല്ലോ. പിന്നെ വേറെ ആരെങ്കിലും മൈക്ക് വേണ്ടവർ ചോദ്യകർത്താക്കൾക്ക് ഉണ്ടെങ്കിൽ ഏത് വിധ ചോദ്യങ്ങൾക്കും ഇപ്പൊ ഇവിടെ അവസരമുണ്ട്. അപ്പൊ അതിന് ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും ചോദിച്ചു പോകണ്ട. ഇപ്പൊ ഉള്ള അവസരം എല്ലാ ഐറ്റംസ് ആൾക്കാർക്കും ഒന്ന് ചോദിക്കാവുന്നതാണ്. മാന്യമായ രീതിയിൽ ചോദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ആരെങ്കിലും ചോദ്യകർത്താക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് റൈസ്